ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പത്തരമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയനയും ദേവയാനിയും മുത്തശ്ശിയും ബാക്കിയുള്ള എല്ലാവരും കൂടി സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ ഇവർക്കാണല്ലോ വലിയൊരു വിജയം വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും കാരണം നയനയും ആദർശും അനിയൊക്കെയാണ്. അപ്പോൾ ഇവരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും വേണ്ടമ്മേ, ഇതിനെല്ലാത്തിനും പിന്നിൽ അനിയുടെ കഴിവ് തന്നെയാണ്. നമ്മൾ വിചാരിച്ചിരുന്നത് അനി ഇതിലൊന്നും മുന്നിട്ട് പോകില്ല എന്നൊക്കെയല്ലേ, പക്ഷേ അവൻ വേണ്ട വിധത്തിലെല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തത് കൊണ്ടല്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അനി അവിടെ വന്ന് പറഞ്ഞായിരുന്നു, നിങ്ങൾ രണ്ടുപേരും ഇതിന് പിന്നിലുണ്ടായിരുന്നുവെന്നും എല്ലാത്തിനും സപ്പോർട്ടായിട്ട് ആദർശം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ അച്ഛൻ മാത്രം ഇതൊന്നും കേൾക്കാനോ വകവയ്ക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ നയനയാണെങ്കിൽ അതാ എൻ്റെ മനസ്സിന് അലട്ടുന്നത്, അതൊക്കെ ആലോചിക്കുമ്പോഴേ വല്ലാതെ സങ്കടമോ തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലഹാരത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറയുകയാണ്. വേണമെങ്കിലേ അന്ന് പലഹാരം ഉണ്ടാക്കി ആ ചേച്ചിനെ തന്നെ വിളിച്ച് വരുത്താം. എൻ്റെ പൊന്നമ്മേ വേണ്ട, അങ്ങനെ വിളിച്ച് വരുത്തണ്ട. നയനയാണെങ്കിൽ ആ പലഹാരം മൊത്തം തിന്നു തീർത്തു. അത്ര എണ്ണയാണ് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്രയ്ക്കും കൊതിയായിരുന്നു. പിന്നെ അല്ലാതെ മുത്തശ്ശി, നല്ല ടേസ്റ്റ് ആയിരുന്നില്ലേ, അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും കൊതിയായിരുന്നു എന്നൊക്കെ ഇവിടെ സംസാരിക്കുകയാണ്. അങ്ങനെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി കേക്കുമായിട്ട് ഓടി വരികയാണ്. ഇനി മധുരമെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട്. നീ വന്നല്ലോടാ, ഇത് നല്ലൊരു അടിപൊളി കേക്കാണ്, ഈ കേക്ക് മുറിച്ച് തന്നെ നമുക്ക് ഈ ആഘോഷം പൊടിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോൾ കേക്കും കൊണ്ടാണോ വന്നത്? അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലോ അനി ഇത് ഇട്ടപ്പോഴേക്കും ഈ കേക്ക് ഓർഡർ ചെയ്തത് ആള് ഞാനല്ല, വല്യമ്മച്ചിയാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേക്കും ആണോ അമ്മയാണോ ഇത് ഓർഡർ ചെയ്തത്? അതെ, ഞാൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. അനന്തപുരിയിലെ കേക്ക് മുറിക്കാനല്ലേ സമ്മതിക്കാത്തത്, അതുകൊണ്ട് ഇവിടെ ആഘോഷിക്കാമെന്ന് ഞാൻ അങ്ങോട്ട് വിചാരിച്ചു. അതേതായാലും നന്നായി എന്നൊക്കെ പറയാം. അതൊക്കെ ഇരിക്കട്ടെ, എന്തിനാണ് നവ്യ മോളെ കാണാനായിട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആദർശ് പറയാണ്, അവള് കുറെ പലഹാരം അതും ഇതൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ മോളെ നീ സൂക്ഷിക്കണം കേട്ടോ, അവളുടെ വരവ് അത്ര ശരിയൊന്നുമല്ല, നിന്നെയൊക്കെ ഭയങ്കര അരിശമാണ്. പിന്നെ നിനക്കൊരു കുഞ്ഞ് ജനിക്കുന്നതും നീ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നും അവൾക്ക് തീരെ കണ്ണിന് നേരെ കണ്ടുകൂടാ. പിന്നെ എന്തിനാണ് അവളെ അടുപ്പിച്ചത്? അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആദർശാണെങ്കിൽ ഇവളങ്ങനെയാണ്, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഒരാൾ ആരെങ്കിലും കണ്ണീരൊലിപ്പിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കും, അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇതാണ് എൻ്റെ ഭാര്യ. നയനെ, നീ കുറച്ചെങ്കിലും ബോൾഡ് ആവണം കേട്ടോ, മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി നിനക്ക് ഉണ്ടാവണം. അയ്യോ അതല്ല അമ്മേ, നവ്യേച്ചി വന്നത് ഞാൻ തളർന്ന് വീണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ ഒന്ന് കാണാനാ, സമാധാനിപ്പിക്കാനാ, സന്തോഷിപ്പിക്കാനാ. എന്നിട്ടാ അതുവെല്ലാം ഉണ്ടായോ? അതെല്ലാം ഉണ്ടായി. എന്നോട് വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നവ്യേച്ചി പെരുമാറിയത്. എനിക്ക് ചേച്ചി ഇറങ്ങിപ്പോകാനായിട്ട് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് കുറേ ഫ്രൂട്ട്സുകളെല്ലാം കൊണ്ടുവന്നു, അതിലൊന്നും വലിയ വിഷമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അമ്മേ. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ സൂക്ഷിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം തോൽവിയുടെ അങ്ങേ അപ്പുറം നിൽക്കുകയാണ് അഭിയും ആ ജ്വല്ലറിക്കാരൊക്കെ, അതുകൊണ്ട് മോള് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശരി, ഇനി ഏതായാലേ കേക്ക് മുറിക്കാം. എങ്കിൽ പിന്നെ അനി തന്നെ ആവട്ടെ കേക്ക് മുറിക്കല്. ഞാനൊന്നും മുറിക്കില്ല. ഇത് വിജയത്തിന് പിന്നിലെ ആദർശേട്ടനും നയനേട്ടത്തിയാണ്, അതുകൊണ്ട് തന്നെ അവരാണ് ഈ കേക്ക് മുറിക്കേണ്ടത്. അയ്യടാ, ഞങ്ങളാണോ നേട്ടത്തിന് പിന്നിൽ? അതെ, കമ്പനിയുടെ MD ആരാണ്? അനി തന്നെയാ, അതുകൊണ്ട് അനി തന്നെ മുറിച്ചാൽ മതി. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ തർക്കിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവിയനാണെങ്കിൽ എങ്കിലൊരു കാര്യം ചെയ്യും, 3 പേരും കൂടി ആ കേക്ക് അങ്ങോട്ട് മുറിക്കുക. ആ കാര്യം പറഞ്ഞ സത്യം തന്നെയാണ്. എന്നാൽ പിന്നെ 3 പേരും കൂടി കേക്ക് മുറിക്കുക പറഞ്ഞിട്ട് 3 പേരും കൂടി കേക്ക് മുറിച്ച് എല്ലാവർക്കും വാൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ എലിസബത്ത് ആണെങ്കിൽ അയ്യോ, അപ്പം ഞാൻ ഉണ്ടാക്കിയ പാൽപ്പായസം വെറുതെ ആയിപ്പോയോ, അതിനിപ്പോൾ കളയേണ്ടി വരുമോ? എൻ്റെ എലിസബത്തെ, അതൊന്നും കളയേണ്ടി വരില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടേന്നേ, നമുക്ക് തന്നെ അങ്ങോട്ട് കുടിച്ച് തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ സന്തോഷത്താൽ ഇങ്ങനെ മതിമറന്നൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ നവ്യാണ്. അപ്പം നവ്യയുടെ കൂട്ടുകാരത്തിയോട് കാര്യങ്ങളെല്ലാം പറയണം. ഇനി ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു. മൂർത്തീസ് കമ്പനിക്ക് തന്നെ വൻ വിജയം നേടിക്കൊടുത്തു അനി. എല്ലാം നീ ചെയ്ത പ്ലാനല്ലേ നവ്യെ, പക്ഷേ അതാരും അറിയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് അഭിയുടെ അതിപതനമായിരുന്നു കാണേണ്ടത്. അവൻ അതിപതിച്ചു, അതേപോലെ തന്നെ
തോറ്റ് തുന്നം പാടിയവൻ. അവനിപ്പോൾ ചങ്ക് പൊട്ടിയൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആ ഒരു രംഗം കാണുമ്പോഴേ എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ അഭി തകർന്നല്ലേടി, പിന്നെ അല്ലാതെ അവൻ തകർന്നു. ഒന്നും അറിയാത്ത പോലെ നിൽക്കുകയാണ് അവൻ. ഒരു പെണ്ണിനെയും ഇല്ലാതാക്കി ഒരു കൊച്ചിനോടും ക്രൂരത കാണിച്ചിട്ട് അവൻ എങ്ങനെയൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു മനുഷ്യത്വം ഇല്ലാത്തവനാണ് അവൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഓ, അവനെ പോലുള്ളവനെയൊക്കെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ഏതായാലും അവൻ ഇനിയും പാഠങ്ങൾ പഠിപ്പിക്കാനുണ്ട് നവി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, തീർച്ചയായിട്ടും ഇനിയും പാഠങ്ങൾ പഠിപ്പിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഞാൻ കണ്ടോ നീയ അവനെ ഞാൻ കിടന്ന് ഒരുക്കുന്നത്. പക്ഷേ ആദർശേട്ടനോട് എനിക്ക് നേരത്തെ വല്ലാത്തൊരു അരിശം തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹമാണ് ഇപ്പം ഏറ്റവും നല്ല മനുഷ്യനായിട്ടാണ് എൻ്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. അതെ നവ്യ, ആദർശേട്ടൻ മാത്രമല്ല, നിന്റെ അനിയത്തി നയനയോ അതേ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ അവളെ ഞാൻ പോയി കണ്ടതും അവൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും. അവളും അവളുടെ ഹസ്ബൻഡൊക്കെ ജയിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ ജ്വല്ലറിയിൽ നിന്ന് അത്രയും കാര്യങ്ങളെല്ലാം ഞാൻ മോഷ്ടിച്ചിട്ട് രഹസ്യം മെസ്സേജ് അയച്ചു കൊടുത്തത്. അത് അവൾക്ക് വേണ്ടി തന്നെയാണെന്നൊക്കെ പറയുകയാണ്. പക്ഷേ എനിക്കിനി അവനെ ഒരിക്കലും ഒരു ഭർത്താവ് എന്ന രീതിയിൽ കാണാനായിട്ട് കഴിയില്ല. അവനെ എനിക്ക് തകർക്കണം, ഇല്ലാതെയാക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ നവ്യ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയാണ്. അപ്പം അഭിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്ത് ചെയ്യും, എല്ലാം കൊണ്ട് തോറ്റ് തുന്നാൻ പാടിയില്ലേ, എന്ത് ചെയ്യാനാണ്, ഒന്നും ചെയ്യാനില്ലെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്തിക വന്നിട്ട് ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. ഏട്ടാ, എന്നാലും ഇങ്ങനൊരു കാര്യം നമുക്ക് സംഭവിച്ചു പോയല്ലോ, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ജ്വല്ലറി ദേ അപ്പാടെ താഴ്ന്നു പോലെ മൂർത്തീസ് കമ്പനി അപ്പാടെ ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അച്ഛനാണെങ്കിൽ ആകെ സങ്കടം, തകർന്നൊരവസ്ഥ നിൽക്കുകയാണ്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായടി. ഓ, നീ കെട്ടാൻ പോകുന്നവനല്ലേ അനി ഉയരങ്ങളിലേക്ക് പോയതിൽ നിനക്ക് സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ എനിക്ക് സന്തോഷിക്കാതിരിക്കാനായിട്ട് കഴിയും ഏട്ടാ. കാരണം ഞാൻ കെട്ടാൻ പോകുന്നവൻ ഒരിക്കലും താഴ്ന്ന് തരിപ്പണമാണോന്ന് ഞാൻ ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ വളരെയേറെ സന്തോഷമുണ്ട്. എന്താ ഏട്ടന് സന്തോഷമില്ലേ? എനിക്കങ്ങനെ സന്തോഷിക്കാനൊന്നും പറ്റില്ല. അവനെ എൻ്റെ മുഖത്താണ് കരിവാരി തേച്ചത്. വരില്ല എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം അവൻ അവിടെ നിന്ന് എഴുന്നള്ളിയത് കണ്ടില്ലേ? എനിക്കതൊക്കെ ഓർക്കുമ്പോൾ തന്നെ അരിശമാണ് വരുന്നത്. ഏട്ടാ, ഏതായാലും അച്ഛനെ ഒന്ന് പോയി നമുക്കൊന്ന് കാണണം. എന്താ, അച്ഛൻ നിന്നെ വിളിച്ചായിരുന്നു. സംസാരത്തിലൊക്കെ ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നിയത്. എന്നാലും നമുക്ക് ആത്മവിശ്വാസം തരുന്നത് പോലെയാണ് അച്ഛൻ അവിടെ സംസാരിച്ചത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സങ്കടപ്പെടേണ്ട, ഇനിയും നമുക്ക് ഡീലെല്ലാം ഉറപ്പിക്കാലോ പിടിക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ നമ്മുടെ കമ്പനിയിൽ തന്നെ ആരൊക്കെയോ ശത്രുക്കളുണ്ടെന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അഭിയേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും. അതെന്ത് നിനക്ക് അങ്ങനെ തോന്നുന്നുള്ള കാരണം? അല്ല, ഈ മാളവിക അത്രയും വലിയ ഡിസൈനറക്കാണെന്ന് പറഞ്ഞ് അഹങ്കാരിച്ച് കിടക്കാറുന്നില്ലേ? എന്നിട്ട് എന്ത് സംഭവിച്ചു? ആ മൂർത്തീസ് കമ്പനി തന്നെയല്ലേ എല്ലാം കൊണ്ടുപോയത്. അവൾ അഹങ്കാരങ്ങളൊന്ന് തീരട്ടെ. അവളെക്കാലം നല്ല ഡിസൈനല്ലേ ഇപ്പം മൂർത്തീസ് കമ്പനി കാഴ്ചവെച്ചത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതെ അവന്തിക്ക്, അതിൽ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു തീർപ്പ് വരുത്തണം നമുക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം. ഏതായാലും നമുക്ക് അച്ഛനൊന്ന് കാണാനായിട്ട് പോകാം അഭിയേട്ട, അച്ഛനെ സമാധാനിപ്പിക്കണം, അല്ലെങ്കിൽ അത് വല്ലാത്തൊരു മുഷിച്ചിലാവും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ നയനയും അതേപോലെ തന്നെ ദേവയാനിയും അനിയും മുത്തശ്ശിയും ഒക്കെ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തൊക്കെ ആയാലും ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചു, എന്നിട്ട് മുത്തശ്ശന് ഒരു വാക്ക് പോലും എന്നോട് സംസാരിച്ചിട്ട് പോലുമില്ല. അതെന്നെ മനസ്സിനെ വല്ലാതെ കിടന്ന് അലട്ടുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പം മുത്തശ്ശിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് സങ്കടം തോന്നി. അപ്പോൾ ദേവയാനിയാണെങ്കിൽ അല്ലെങ്കിലും അച്ഛൻ ഇത്തിരി അഹങ്കാരം കൂടുന്നുണ്ട്. അതിന് മാത്രം തെറ്റൊന്നും നയന ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ നയനോട് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? ഇത്രയും വിജയം ഉണ്ടായി, എന്നിട്ട് അച്ഛനൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല. അച്ഛൻ ഭയങ്കര കടുംപിടുത്തക്കാരനാ. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അമ്മ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യാനാണ്?
എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുമോ? ഈ ഇടയായിട്ട് അദ്ദേഹം അങ്ങനെയാണെന്നേ. അമ്മയാണ് നിലക്ക് നിർത്തേണ്ടത്. അമ്മ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറോ? അമ്മ എന്തുകൊണ്ട് കയർത്ത് സംസാരിക്കുന്നില്ല? ഇപ്പം ജയേട്ടനാണ് അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഞാൻ കയർത്ത് സംസാരിക്കില്ലേ? അമ്മയും അതേപോലെ സംസാരിച്ചിരുന്നെങ്കിൽ അച്ഛൻ അവിടെ അടങ്ങുമായിരുന്നു. എൻ്റെ ദേവ്യാനി, എനിക്കങ്ങനെ പറയാനായിട്ട് പറ്റുമോ? ഞാനങ്ങനെ പറയത്തുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ പറയാനായിട്ട് പോകുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയനയാണെങ്കിൽ വേണ്ട മുത്തശ്ശി, വേണ്ട, മുത്തശ്ശിനോട് കയർത്തൊന്നും സംസാരിക്കണ്ട. എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും തർക്കിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആദർശേട്ടൻ തെറ്റ് ചെയ്തു, ശരി, സമ്മതിച്ചു. എന്തിനാണ് മുത്തശ്ശൻ എന്നോട് മോനെ വെറുപ്പിച്ചിരിക്കുന്നത്? എന്നെ ഹോസ്പിറ്റലിലാക്കി മുത്തശ്ശൻ. ഹോസ്പിറ്റലിലാക്കിയിട്ട് ആ നിമിഷം മുതൽ എനിക്ക് മുത്തശ്ശൻ്റെ മുഖം മാത്രം ഓർമ്മ വരുന്നത്. മുത്തശ്ശിനെ കാണണമെന്നും മുത്തശ്ശിനോട് സംസാരിക്കണമെന്നും എന്നോട് സന്തോഷത്തോടെ പറയണമെന്നൊക്കെ എനിക്കും വല്ലാത്ത ആഗ്രഹമൊക്കെ ഇല്ലേ മുത്തശ്ശി? അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര സങ്കടം. അപ്പോൾ നയനയാണെങ്കിൽ മുത്തശ്ശിയെ ശ്രദ്ധിക്കുന്നുണ്ട്, കണ്ടോ? മുത്തശ്ശി എന്തൊക്കെയോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. മുത്തശ്ശിൻ്റെ മനസ്സിലിരിപ്പൊക്കെ ഞാൻ പുറത്ത് കണ്ടുവരും മുത്തശ്ശി കണ്ടോ? അപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ ശരി, ഞാൻ ഏതായാലും മുത്തശ്ശനോടൊന്ന് സംസാരിക്കാം, സംസാരിച്ച് നോക്കി ഈ പ്രശ്നത്തെക്കുറിച്ച്. പക്ഷേ അദ്ദേഹം വഴങ്ങുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ അമ്മേ, വഴങ്ങിയാൽ എന്താ കുഴപ്പം? ഇപ്പോൾ കുഞ്ഞിപ്പിള്ളേരുടെ സ്വഭാവം മുഴുവനുള്ള കാണിക്കുന്നത്. ദേവയാനി, ഈ വർത്തമാനമൊക്കെ നീ അച്ഛൻ്റെ മുന്നിൽ സംസാരിക്കാനായിട്ട് പറ്റുമോ? ശരിക്കും വിവരം അറിയും. വിവരം അറിയും. ഒന്ന് അമ്മയൊന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. അന്ന് നയന നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ അവളുടെ ഏറ്റവും വലിയ ശത്രു ഈ ഞാനായിരുന്നു. എന്നെ പോലും എതിർത്ത്, എന്നെ പോലും തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് അച്ഛൻ നയന മോളെ സ്നേഹിച്ചത്. ഇപ്പോഴോ നയന മോളുടെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു അച്ഛൻ എങ്ങനെയാണ് നയന മോളോട് മിണ്ടാതിരിക്കുന്നത്? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നീ പറഞ്ഞത് ശരി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങി മറിഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു പാവമാണ്. ഇങ്ങനെയൊന്നും ആരോടും പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അദ്ദേഹത്തിന് പറ്റില്ല. അപ്പോഴാണ് എലിസബത്ത് വരുന്നത്. അത് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ്. മൂർത്തി സാറിന് അങ്ങനെയൊന്നും ആരോടും കയറി സംസാരിക്കാനായിട്ട് പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് നല്ല മനസ്സ് തന്നെയാണ്. എല്ലാവരുടെയും കരുണ കാണിക്കുന്ന മനസ്സാണ് അദ്ദേഹത്തിൻ്റെ എന്ന് എലിസബത്തും പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എലിസബത്ത് പറയുന്നതൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അച്ഛൻ നയനമോളോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നയന അതിൽ കയറി പിടിക്കാം. നയനയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. നമ്മുടെ മുത്തശ്ശന് നയനയോട് ഒരു അരിശവും ഇല്ലെന്ന് ശരിക്കും മനസ്സിലായിട്ട് ഇതെല്ലാം മുത്തശ്ശൻ്റെ അഭിനയമാണെന്നും നയന തിരിച്ചറിയുകയും ചെയ്യുകയാണ് ആ നിമിഷം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ആകെ ടെൻഷൻ. അപ്പോൾ മുത്തശ്ശി വന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും ഇദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്നത് കൊണ്ട് നയനമോൾക്ക് വല്ലാത്ത സങ്കടമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? സങ്കടമാണെങ്കിൽ എനിക്ക് അവരോട് പോയി അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റുമോ? ഇദ്ദേഹം അങ്ങനെ പറയാൻ നിൽക്കരുത്. നയനമോൾ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? മുത്തശ്ശൻ സംസാരിക്കാത്തതിൽ ഭയങ്കരയേറെ സങ്കടമുണ്ടെന്ന്. എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എൻ്റെ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടിയാനായിരുന്നു. അതിന് മാത്രം എന്ത് തെറ്റ് ഞാൻ ചെയ്തു എന്നൊക്കെയാണ് മോൾ എന്നോട് ചോദിച്ചത്. മോള് പറയുന്നതിൽ ന്യായമുണ്ടല്ലോ. ഇദ്ദേഹം സംസാരിക്കാതിരിക്കുമ്പോൾ നയനമോൾക്ക് സങ്കടമാണല്ലോ. നയനമോൾ അതിന് ഒരു ദ്രോഹവും ഇദ്ദേഹത്തോട് ചെയ്തില്ലല്ലോ. പിന്നെ എന്തിനാ ഇദ്ദേഹം മോദയം ഒരുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ കാര്യങ്ങളെല്ലാം അറിയാലോ വസുന്ധരത്തിനൊക്കെ. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത്? എനിക്ക് അവരോട് അങ്ങനെ പെട്ടെന്ന് കയറി സംസാരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല. അവർ വീണ്ടും താഴ്ന്ന് തരിപ്പണമായി പോകും, പഴയതുപോലെ തന്നെയാകും. അതുകൊണ്ട് അവർ ഉയരങ്ങളിലേക്ക് എത്തണം. ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അതിനുശേഷമേ എനിക്ക് അവരോട് സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയാണ്. പക്ഷെ മുത്തശ്ശനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മുത്തശ്ശിക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ്. അപ്പം നന്ദുവിൻ്റെ അരിയിലേക്ക് ഓടിയെത്തുക അനി. അപ്പം അനിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും നിന്നെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അനി. ഏതായാലും കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു നന്ദു എന്ന് പറയണം. പക്ഷേ ഇതിന് പിന്നിൽ ആദർശേട്ടനും നയനേട്ടത്തിയൊക്കെയാണ്. ആദർശേട്ടന് ഓരോരോ ഉപദേശങ്ങളാണ് എനിക്ക് തന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഡീലിൽ വിജയിക്കാനായിട്ട് കഴിഞ്ഞതെന്നും പറയാണ്. എന്തായാലും നീ വിജയിച്ചല്ലോ. ആ അബിയുടെ അഹങ്കാരം അവസാനിപ്പിച്ച് കൊടുത്തല്ലോ. സന്തോഷമായി എന്നൊക്കെ പറയുമ്പോൾ അതെ,
ഞാനിപ്പോൾ വന്നതേ ഒരു കാര്യം പറയാനാ. ആ അതൊക്കെ ഇരിക്കട്ടെ, നീ അവിടെ കേക്ക് മുറിച്ച് ആഘോഷം എന്നൊക്കെ അറിഞ്ഞല്ലോ. എന്നിട്ടെന്താ എനിക്ക് കേക്കൊന്നുമില്ലേ? ആ ഞാൻ പറഞ്ഞു വരട്ടെ നന്ദു, അതിനു വേണ്ടി തന്നെയാ, നിനക്ക് ഒരു ട്രീറ്റ് തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരുമായിട്ടുള്ള ഡിന്നർ ഉണ്ട്. ഞാനൊരു ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് കേക്ക് മുറിക്കാൻ വിചാരിച്ചിരുന്ന ആ ബീച്ചില്ലേ, ആ ബീച്ചിൻ്റെ അവിടെ തന്നെയാണ് ആ റെസ്റ്റോറൻറ്റ് നമുക്കൊരു ഡിന്നർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും നീ അങ്ങോട്ട് വരണം. അയ്യോ, അങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പെട്ടെന്ന് ഇതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് വരുന്നത്? അതുകൊണ്ട് വരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. വന്നം, എന്തായാലും വന്നം. നിനക്ക് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കും, മനസ്സിലായല്ലോ? എങ്കിൽ പിന്നെ നമുക്കേ നവീനേട്ടനെ കൂടി ഒന്ന് വിളിച്ചാലോ? ഇത് കേട്ട എനിക്ക് ദേഷ്യം വരികയാണ്. നമ്മൾ രണ്ടുപേരുമായിട്ടുള്ള ഡിന്നർ അല്ലേ, അതിനെന്തിനാ നവീനെ വിളിക്കുന്നത്? ഓ എൻ്റെ പൊന്നെ, ഞാൻ ചുമ്മാ പറഞ്ഞതാന്നേ. അങ്ങനെയെങ്കിലും നിന്റെ ദേഷ്യം ഒന്ന് കാണാൻ വേണ്ടി തന്നെയാണ്. ഓഹോ അത് ശരി, എങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാൻ നീ വന്നേക്കണം അങ്ങോട്ട്. ശരി, ഞാൻ വന്നേക്കാം. എങ്കിൽ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് അനി അവിടെ നിന്ന് പോവുകയാണ്. നന്ദു ആണെങ്കിൽ സന്തോഷം കൊണ്ട് മറന്ന് നിൽക്കുന്നൊരവസ്ഥയും. അപ്പം അങ്ങനെയും കാഴ്ചകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.